അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണ് നേരുന്നത്. എല്ലാവർക്കും റമദാൻ ആശംസകൾ നേരുന്നു. പറഞ്ഞു നമ്മളെ നോമ്പും തീരാനായി അല്ലേ. ചൂടുണ്ട്, പിന്നെ കുട്ടിയൊക്കെ എക്സാമാണ്. ഇത് എൻ്റെ മോളെ കൂടെ പഠിച്ച കുട്ടികളാണ്, 9th പഠിക്കുന്ന മക്കളാണ്. അപ്പോൾ ഇവർ നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നതാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ് ആൻറ്റി ഒന്നും ഉണ്ടാക്കണ്ട, ഫുഡെല്ലാം നമ്മൾ തന്നെ ഉണ്ടാക്കിക്കോളൂ, ആൻറ്റി പറഞ്ഞു തന്നാൽ മതിയെന്ന്. അങ്ങനെ ഒരു ചെയ്തിട്ട് വിചാരിച്ച് അങ്ങനെ എല്ലാവരും കൂടി നല്ല തകൃതിയായിട്ട് ബിരിയാണി എല്ലാം മന്തി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. 2 കിലോ ഗോൾഡ് സല്ല റൈസ് വാങ്ങിയതാണ്. അത് വെച്ചിട്ടാണ് ചോറുണ്ടാക്കിയത്. ഒരു 15 പേർക്ക് തിന്നാനുള്ള ചോറ് ഉണ്ടാക്കിയത്. 3 കൂടിയിട്ട് ചിക്കനെല്ലാം വൃത്തിക്ക് കൈയിട്ട് വെക്കുന്നുണ്ട്. ചേരുവകളെല്ലാം ഞാൻ കൂട്ടി യോജിപ്പിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു ചിക്കൻ കഴിയുന്നതിൻ്റെ ഇടയിൽ ഞാൻ സെല്ല നമുക്കൊരു 2 മണിക്കൂറെങ്കിലും പുതിർത്ത് വെക്കണ്ടേ. അപ്പോൾ കഴുകിയിട്ട് പുതിർത്ത് വെക്കാമെന്ന് വിചാരിച്ച്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾ മാറി. ഇനിയിപ്പോൾ ഇവരെ കൊണ്ട് ഓരോ പണി എടുപ്പിക്കുന്നതാണ്. അങ്ങനെ തിന്നണ്ട, വെറുതെ ഫ്രീ ആയിട്ട് തിന്നണ്ടെന്ന് വിചാരിച്ചിട്ട്, ജോലി ചെയ്യാണ്ട് തിന്നണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവരെ കൊണ്ടും കൂടി ഇപ്പോൾ ഇവർക്ക് അത് അങ്ങ് കൊണ്ട്. അപ്പോൾ അവർ തന്നെ എന്നാൽ പിന്നെ നമ്മൾ ഉണ്ടാക്കി തരാം. അങ്ങനെ 2 പേരെ കൂടിയിട്ട് ബാക്കിയുള്ള ചിക്കനെല്ലാം വൃത്തിയാക്കി വെക്കുന്നതാണ് കാണുന്നത്. ഒരാൾക്ക് അതിൻ്റെ ഇടയ്ക്ക് ഉമ്മാൻ്റെ ഫോണ് വന്ന് ഇപ്പോൾ സംസാരിക്കുന്ന ചിക്കൻ്റെ മസാല റെഡിയാക്കി എടുക്കുന്നതാണ്. നമ്മളെ കാശ്മീരി പൊടി ഉണ്ടല്ലോ, അത് ഒരു 2-3 ടേബിൾ സ്പൂണോളം വേണം. പിന്നെ അത് പോരെങ്കിലും ഞാൻ വീണ്ടും എടുത്തതാണ്. അത് പോരാ, 3 കിലോ ചിക്കൻ ഉണ്ട്. 3 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. 2 കിലോ അരിയാണ് വെക്കുന്നത്. പിന്നെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യം മിക്സിയിൽ പൊടിച്ചെടുക്കുക. ഒരു ഉണക്ക നാരങ്ങ, 4-5 അല്ലെങ്കിൽ ഒരു 10ഓളം വെളുത്തുള്ളി അല്ലി, പിന്നെ ഇഞ്ചി, അതെല്ലാം ജീരകം, പിന്നെ കുറച്ച് കട്ട ഉപ്പ്, പിന്നെ 2-3 ഗ്രാമ്പ്, ഏലക്കായ് എല്ലാം കുറച്ച് നമുക്ക് അളവിന് നമുക്ക് വേണ്ടുന്ന രീതിയിൽ എടുത്താൽ മതി. അതിലൊന്ന് പൊടിച്ച് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടി അതും ചേർത്ത് പൊടിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ചിക്കന് ഒട്ടും വെള്ളമില്ലാണ്ട്, ഉപ്പ് നമ്മളതിൽ പൊടിച്ച് ചേർത്തെടുത്തതാണ്. പിന്നെ ഒട്ടും വെള്ളമില്ലാണ്ട് നമ്മൾ ചിക്കൻ അതിൽ മസാല നല്ലോണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. എന്നിട്ട് ശരിക്കും ഇതും നമ്മൾ 1 മണിക്കൂർ 2 മണിക്കൂർ വെക്കണം. എന്നാലേ ഇത് പൊടികളാണ്, നമ്മൾ വെള്ളം ചേർക്കുന്നില്ല. അപ്പം പൊടി കുറച്ച് പിടിച്ചെടുക്കാൻ കുറച്ച് പാടാണ്. അപ്പം 1-2 മണിക്കൂർ പൊടി തേച്ച് കൊടുക്കുക. നല്ലോണം നമ്മൾ പെയിൻ്റ് അടിക്കുന്നില്ല അതുപോലെ തേച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. 2 മണിക്കൂറൊന്നും വെച്ചിട്ടില്ല, എന്തായാലും ഒരു മണിക്കൂറിൻ്റെ മേലെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നത് തന്നെ ഒരു 3 മണി ആയിന് സമയം. അപ്പം 3 മണിക്കൊന്നും നമ്മൾ ചെയ്താൽ പോരാ. ഇതെല്ലാം രാവിലെ തന്നെ നമ്മൾ ചെയ്തു വെക്കേണ്ട കാര്യങ്ങളാണ്. ഗോൾഡ് സെല്ലാം അതും പുതിർത്തണം. അതുപോലെ തന്നെ ചിക്കനും നല്ലോണം മസാല തേച്ച് വെക്കണം. പിന്നെ മസാല തേച്ച് വെച്ച് അതൊന്ന് അതൊരു ബൗളിലിട്ടിട്ട് മൂടി വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ മുറ്റത്തുനിന്നാണ് ഇതെല്ലാം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനൊരു വലിയ ചെമ്പിൽ വെള്ളം തിളപ്പിക്കുന്നുണ്ട്. അതിലേക്ക് ഒരു ചെറുനാരങ്ങ നീര്, അതുപോലെ തന്നെ കുറച്ച് ഓയിൽ. ഇത് ചോറ് ഒട്ടിപ്പിടിക്കുന്നതിന് ഓയിൽ വെച്ചെടുക്കുന്നത്. നമ്മൾ നേരത്തെ ചേർത്ത പോലെ തന്നെ കുറച്ച് ഏലക്കായ്, കുറച്ച് ഗ്രാമ്പ്, പിന്നെ ഒരു കഷ്ണം പട്ട, കുറച്ച് കുരുമുളക്, അതെല്ലാം ചേർത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചിട്ട് പകുതി ഒരു 50% ഒന്ന് വേവിച്ചിട്ടെടുക്കുക. അതിന് ശേഷം ഇതിൽ കുറേ കഞ്ഞിപ്പശ ഉണ്ടാവും, അത് പോകാൻ വേണ്ടിയിട്ടാണ് തിളപ്പിച്ച് ഊറ്റുന്നത്. പിന്നെ അതിന് ശേഷം അരിപ്പ വെച്ചിട്ട് ഒന്ന് ഊറ്റിയെടുക്കുക. ഇനി നമ്മൾ വേറൊരു ചെമ്പ് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ മസാല ഉണ്ടാക്കണ്ടേ, ചോറിന് മസാല തയ്യാറാക്കുന്നതാണ്. ഇതിലേക്ക് ഞാൻ എടുത്തത് 150 ഗ്രാമോളം RKG, പിന്നെ കുറച്ച് ഓയിൽ, പിന്നെ 2-3 നാരങ്ങ, അതേപോലെ തന്നെ ഗ്രാമ്പ്, പട്ട, ഏലക്കായ്, പെരിഞ്ജീരകം. ഇതിൽ ചെറിയ ജീരകമല്ല, പെരിഞ്ജീരകം, അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 വലിയ ഉള്ളി, അതും മക്കളെല്ലാം നേരത്തെ മുറിച്ചിട്ടതാണ്, അതും ചേർത്ത് കൊടുത്ത്. തക്കാളി കൂടിപ്പോയോ എന്നൊരു സംശയം, തക്കാളി ഇത്ര വേണ്ടിയിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു 10-15 ഞെട്ട് കളഞ്ഞിട്ടുള്ള പച്ചമുളക്,
അതും ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇത്തിരി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ചോറിൽ ഉപ്പിട്ടതാന്ന് നമ്മൾ നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ ചിക്കൻ പുറത്തെടുത്തിട്ടുണ്ട്. ചിക്കൻ നമുക്ക് ആവശ്യമാണെന്ന് വെച്ചാൽ ഈ ചിക്കൻ്റെ പിന്നെ സ്റ്റോക്ക് വേണം നമ്മൾ ചോറ് വെന്ത് വരുമ്പോഴേക്ക് റെഡിയാക്കി വെക്കണം. അത് അപ്പോൾ അത് ഞാൻ ചോറ് പോവാൻ അവിടെ ഇട്ടിട്ടില്ല. തക്കാളി അതെല്ലാം അവിടെ വാട്ടി വെച്ചിട്ടുണ്ട്. അതിനിടക്ക് ആവിച്ചെമ്പില്ല, അപ്പച്ചെമ്പിൽ പിന്നെ ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഒരു ഫോയിൽ കൊണ്ട് മൂടുക. എന്നിട്ട് അതിനൊന്ന് മുക്കാൽ മണിക്കൂറാണ് വേണ്ടത്. 3/4 മണിക്കൂർ വേവിച്ചെടുക്കുക. പിന്നെ നമ്മൾ മസാലക്കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിൻ്റെ. അതിലേക്ക് കുറച്ചായിട്ട് ചോറ് തട്ടി കൊടുത്തിട്ട് പിന്നെ ഉപ്പ് പാകം നോക്കണം, അല്ലെങ്കിൽ കുറച്ചും കൂടി മസാലയിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണേ. പിന്നെ ഇത് തട്ടി കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കി, ചെറുതായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഇതുണ്ടല്ലോ ചാർക്കോളൊന്ന് ആവി കയറ്റി അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് പുക ഒളിച്ച്. പിന്നെ ചിക്കൻ്റെ സ്റ്റോക്ക് ഇതാണ്. അത് ഞാനൊന്ന് ചെമ്പൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. അതൊന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കാണിച്ചതാണ്. ഞാനിപ്പോൾ ചെമ്പൊന്ന് മാറ്റിയത് എന്ന് വെച്ചാൽ നമുക്ക് ചിക്കൻ്റെ സ്റ്റോക്ക് ഇതിൽ കുറച്ചൊന്ന് കുടഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ പ്രത്യേക ഒരു കാര്യം, ഞാൻ കളറ് ചേർത്തിട്ടില്ല. നമ്മൾ കഴിക്കുന്നതല്ലേ, അപ്പോൾ കാണാൻ ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് കുഴപ്പമില്ല, കാണാൻ ഭംഗി വേണമെന്നില്ല. ഇനിയിപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് കാണാൻ ഭംഗി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ബീട്രൂട്ടിൻ്റെ വെള്ളം കുറച്ച് തിളപ്പിച്ചിട്ട് എടുത്ത് വെച്ചിട്ട് അത് ആടെ ഇവിടെയായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പം അരി നമ്മൾ ചോറ് കുറച്ച് കളറ് വരുമ്പോൾ കാണാൻ കുറച്ച് ഭംഗി കിട്ടും. അല്ലാണ്ട് ഫുഡ് കളറ് ചേർത്തണ്ട. ഞാനങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ച് ബീട്രൂട്ടെല്ലാം എടുത്ത് വെച്ചാൽ പിന്നെ അതങ്ങ് വിട്ടുപോയി. പിന്നെ നമ്മൾ മസാല ചെയ്യുന്നില്ല സമയത്ത് 2 ചിക്കൻ്റെ ക്യൂബ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് അതിൻ്റെ കൂടെ ആയിപ്പോയത് കൊണ്ടാണ് കാണാത്തത്. ചോറ് ഞാൻ മാറ്റി ചെമ്പിലിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മക്കൾ തന്നെ ചിക്കൻ എടുത്ത് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മൾ ചിക്കൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ അത് ആടെ ഇവിടെയായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ചോറ് റെഡിയായി. നമ്മൾ ഈ പൊതിർത്തുന്നതും ചിക്കന് മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നതുമാണ് സമയം. ചോറ് ഉണ്ടായി കിട്ടാനും അതുപോലെ തന്നെ ചിക്കൻ വേവാനും അതിലും പെട്ടെന്ന് കഴിയും. ചിക്കന് വേവാനും 3/4 മണിക്കൂറാണ് എടുത്തത്. പക്ഷേ 3/4 മണിക്കൂർ വേണ്ട, അത് 40 മിനിറ്റ് ആകുമ്പോഴേ തന്നെ നല്ല പൂ പോലെ ആയിട്ടുണ്ട്. എല്ലാ സെറ്റപ്പും മക്കൾ തന്നെ. പിന്നെ മക്കൾ തന്നെ വരുന്ന സമയത്ത് കുറച്ച് സ്നാക്സ്, മുട്ടപ്പോള, പിന്നെ എന്താ പറയുക ഇറച്ചിപ്പത്തിൽ, സമൂസ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഓരെന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു വീട്ടിൽ നിന്ന് വരുന്ന സമയത്ത് മുട്ടപ്പോളയല്ല ഇറച്ചിപ്പോളയല്ലേ അത് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ റോള് അതും ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. സംഭവം അടിപൊളി തന്നെ.